സോ എല്ലാവർക്കും ന്യൂബ്രോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമസ്യമാരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഹൗസ് മേറ്റ്സ് എന്ന് പറയുന്ന ഒരു മൂവീൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ്. ഈ ഒരു പടത്തിന് പ്രൊഡ്യൂസ് ചെയ്യണ ആരാണെന്ന് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ നമ്മളെ ശിവകാർത്തികേയനാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണത്. ശിവകാർത്തികേയൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണത്. സോ അത് മാത്രമേ എനിക്ക് ഈ പടത്തെ പറ്റി അറിയാവുള്ളൂ, വേറെ ഒന്നും അറിഞ്ഞൂടാ. ഇതിൻ്റെ നായകനെ അറിഞ്ഞൂടാ. പിന്നെ നായിക നമ്മളെ ഈ പുള്ളിക്കാരുടെ പേര് മറന്നുപോയി, പക്ഷേ നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് നായിക എന്ന്. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു നായിക തന്നെയാണ്. സോ എന്തായാലും ആർഷ ബൈജു ആണെന്ന് തോന്നുന്നു. അത് തന്നെയാണ് നായികയുടെ പേര്. സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, என்ன மாதிரி மிடில் கிளாஸ் பசங்களுக்கெல்லாம் നമ്മളെ ബിഗിലൊക്കെ സിംഗപ്പെണ്ണെ ആ പാട്ടിലുണ്ടോ? ഓക്കെ, റൂംമേറ്റ്സ് അല്ലേ? ഹൗസ് മേറ്റ്സ്. ആനടി கொஞ்ச நாளாவே எங்க வீட்ல நடக்கிறதெல்லாம் ரொம்ப ஸ்ட்ரேஞ்சா இருக்கு. இந்த வீட்ல நம்ம வேற ஏதோ ஒன்று இருக்கு. அது பண்ணறதெல்லாம் பார்த்தா ரொம்ப பயமா இருக்கு. விஷயம் நைஸ் கான்செப்ட். நல்லா ரத்த கட்டறிய ரத்தம் கக்க வச்சா. நீங்க சாகிறதுக்கு முன்னாடி உங்களுக்கு கடைசி ஆசை ஏதாவது இருக்கும்ல, அது என்னன்னு சொல்லுங்க, நாங்க அதை நிறைவேற்றுறோம். அந்த சந்தோஷத்தோட எங்க வீட்டை விட்டு போயிடுங்க ப்ளீஸ். പോടാ, ബാത്റൂമിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല. வீட்டுல பேய் இருக்கிறத பார்த்துருக்கேன், வீடே பேயா இருக்கிறத இப்பதான்டா பாக்குறேன். இதை நம்ம இப்ப சால்வ் பண்ண மாட்டோம்னா நம்மளோட ஃபியூச்சரை கேள்விக்குறியாடு சார். ஓ, அப்போ உனக்கு என்ன விட இந்த வீடு தான் முக்கியம்ல? இந்த வீட்டை விட்டுட்டு என்னால வர முடியாது. இன்னைக்கு இதெல்லாம் ஆரம்பிச்சதோ என் கையில இருந்த காசு, என் வேலை, என் நிம்மதி, என் சந்தோஷம் எல்லாமே போயிடுச்சு. நைஸ் கான்செப்ட் இல்ல? எங்க போனாங்க? நல்ல ரசம் டேட்டா. எல்லாரும் எப்படி இறந்து போனாங்க? இது எல்லாத்தையும் கண்டுபிடிச்சாதான் உங்க வீட்டுல நடக்கிறத தடுத்து நிறுத்தி உங்க 2 பேரோட வீட்டையும் பழைய நிலைமைக்கு கொண்டு வர முடியும். എന്താടാ എഴുതി കാണിക്കുക? ട്രാൻസ്ലേറ്റ് ചെയ്യടാ. ഹൗസ് മേറ്റ്സ് എന്തോ എഴുതി കാണിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. പറയുന്നവരെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കണേ. വേൾഡ് വൈഡ് ഓഗസ്റ്റ് 1 തീയതി. വാവ്, എനിക്കൊന്നും സംസാരിക്കാനില്ലായിരുന്നു ആക്ച്വലി ഇതിനെപ്പറ്റി. കാരണം ഇറ്റ്സ് നൈസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു, ട്രെയിലർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിരുന്നു, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫെൽറ്റ് ആയത്. ഇറ്റ്സ് വാസ് നൈസ് ട്രെയിലർ. ഞാൻ ഇതിനെപ്പറ്റി എന്ത് പറയാനാണ്? നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ കട്ട്സും കാര്യങ്ങളും കൊള്ളാം. സ്റ്റാർട്ടിങ് ആ ഒരു ഇമോഷണൽ ടച്ച് കൊടുത്തിട്ടാണ് അവർ ആ ഒരു കോമഡിയിലോട്ട് കയറിയത്. അത് മിക്കവാറും ഇത് നല്ലൊരു കോമഡി മൂവി ആകാനാണ് ചാൻസ് കൂടുതൽ. ഇതിനെപ്പറ്റി എന്ത് പറയാനാണ്? നല്ലൊരു ട്രെയിലർ, നല്ലൊരു പടമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. സ്ക്രീൻ പ്ലേ വെച്ചിരിക്കും, പിന്നെ ബാക്ക് സ്റ്റോറി അനുസരിച്ചൊക്കെ ഇരിക്കും ഇതിൻ്റെ ഒരു പോക്ക്. എന്തായാലും ശിവകാർത്തികൻ പ്രൊഡ്യൂസ് ചെയ്യണതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ട്രെയിലർ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല. ഒരു ട്രെയിലർ, ശിവകാർത്തികൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ, ആ ഒരു ബേസിസ്. പക്ഷേ ഈ ട്രെയിലർ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. ഒരു പുതുമുഖ നടനാണ് ഈ സിനിമയിലെ നായകൻ. പിന്നെ വളരെ എന്താ പറയാനാ, അങ്ങനെ വലിയ റോളൊന്നും ചെയ്യാത്ത ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും ഉള്ളത്. പക്ഷേ നല്ല രസമുണ്ട്, ട്രെയിലർ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് ട്രെയിലർ, ഐ ലൈക്ക് ഇറ്റ്. സോ എന്തായാലും ഈ ട്രെയിലറിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ, എനിക്കത് അറിയണം. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാനില്ല, പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാനില്ല. സോ നല്ലൊരു ട്രെയിലറായിരുന്നു. സോ എന്തായാലും നിങ്ങളെ പേര് താഴെ ഒന്ന് രേഖപ്പെടുത്താൻ വേണ്ടി ലൈക്ക് ചെയ്യുന്ന ഫ്രണ്ട്സുകളൊക്കെ ഷെയർ എത്തിക്കുക. അപ്പോൾ ശരി, മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.